സർ, തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോഴാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് കേരളത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള ആശങ്കകൾ ഇങ്ങനെ ഉയർന്നു പോകുന്നത് നമ്മൾ കാണാറ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ എന്തിനാണ് സർക്കാർ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്, രണ്ടാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിട്ടല്ലേ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ ചില ബാലിശമായ, തീരെ പക്വതയില്ലാത്ത ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സർ, നമുക്കറിയാം യു.പി. ക്ലാസ്സിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ എത്ര കുട്ടികളാണ് തോൽക്കുക എന്നുള്ളത് വളരെ വിരലിലെണ്ണാവുന്ന, തോറ്റാൽ തന്നെ രണ്ടോ മൂന്നോ കുട്ടികളായിരിക്കും. ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ സ്കൂളിൽ മുഴുവനുള്ള കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യരുത് എന്നൊക്കെ ശാഠ്യം പിടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമുക്കുള്ളത്. എന്റെ ചോദ്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുന്ന സമയത്ത് മാത്രം കോൺഗ്രസിന്റെ നേതാക്കൾ, ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരു ആശങ്ക രേഖപ്പെടുത്തുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് സതീശന്റെ വാക്കുകൾ ആരും തന്നെ വിലക്കെടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സതീശൻ പറയുന്നത് ഒന്നും തന്നെ ഒരു വീർവാണം മാതിരിയുള്ള എന്തോ ജോക്ക് പറയുന്ന മാതിരിയായി മാറിയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് സതീശൻ പറയുന്ന ഒരു സംഭവവും സതീശന്റെ വാക്കുകളിൽ ഇല്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും. ഇദ്ദേഹം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന യോഗത്തിൽ വന്ന് അവിടെയാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചത്. ഞാനത് കേട്ടു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയാണ്, ഈ തലമുറ ഇവിടെ തന്നെ വിദ്യാഭ്യാസം ചെയ്യണമെന്നാണ് എൻ്റെ മോഹം. ഇവിടെ തന്നെ വിദ്യ പൂർത്തിയാക്കി ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ മോഹം. അങ്ങനെ വലിയ തരത്തില് ഒരു പ്രസംഗമൊക്കെ അവിടെ നടത്തി. ഞാൻ ചോദിക്കട്ടെ സതീശനോട്, സതീഷ്, അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത്. 10-25 കൊല്ലമായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഒരു ഭാവിയുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ +2 കഴിയുമ്പോൾ വിദേശ പഠനം സ്വീകരിക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദ്യകാലങ്ങളിൽ പോയ കുഞ്ഞുങ്ങൾ, അതായത് 25 കൊല്ലം മുന്നേ പോയ കുഞ്ഞുങ്ങൾ ഇന്ന് അവിടെ സെറ്റിൽഡായി. ഇന്ന് അവരുടെ വീട്ടുകാർ, വയസ്സായ അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ ബുദ്ധിമുട്ടുകയാണ്. കാരണം അവരവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരില്ല. ഇവർക്ക് ഇവിടെ വയസ്സായി. അപ്പൊ പല വീടുകളിലും ഈ അച്ഛനും അമ്മയും ഇവിടെയുള്ള അസറ്റൊക്കെ വിറ്റ് അവിടേക്ക് പോവുകയാണ്. ഇത് ഇന്നലെയോ 5 കൊല്ലം മുന്നെയോ 10 കൊല്ലം മുന്നെയോ തുടങ്ങിയതല്ല. 25 കൊല്ലമായിട്ട് അന്ന് തുടങ്ങിയതാണ്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ജോലി ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സംവിധാനവും ഉണ്ടായില്ല. ഉള്ള സംവിധാനം പൂട്ടിപ്പോയി. ഇവിടെയുള്ള കുട്ടികൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ ഒരു വഴിയുമില്ല. അന്ന് ഈ സതീശൻ എവിടെയായിരുന്നു? അല്ലെങ്കിൽ സതീശന്റെ നേതാക്കൾ എവിടെയായിരുന്നു? ഇവിടെ ഒരു സർക്കാരിന് ഭരിക്കണമെങ്കിൽ വരുമാനം വേണം. വരുമാനം കൂട്ടണമെങ്കിൽ കള്ള് കച്ചവടം, ലോട്ടറി കച്ചവടം നടത്തിയ പോരാ. ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവരണം. ഈ വ്യവസായങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? സംസ്ഥാനത്തിന് വരുമാനമായി, ഇവിടെ വരുന്ന തലമുറയ്ക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഒരു സ്ഥാപനവുമായി. ഇത് രണ്ടുമാണ് വർക്കൗട്ട് ആവുന്നത്. ഈ വ്യവസായങ്ങൾ ഇവിടെ വരുത്താതെ ഇവരുടെ രണ്ടുപേരുടെയും യൂണിയൻ INTUC CITU ഇവർ മത്സരിച്ച് സമരം നടത്തി. ഇവിടെയുള്ള വ്യവസായങ്ങൾ മുഴുവൻ പൂട്ടി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടി. ഇവിടെ ഒരു വ്യവസായവും ഇല്ലാതായി. പ്രൈവറ്റ് കമ്പനികൾ കയറി ആക്രമിച്ചു. പ്രൈവറ്റ് കമ്പനികൾ ഇവിടുന്ന് പോയി. എല്ലാവരും ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇപ്പൊ അവസാനമായി നമ്മൾ കണ്ടതല്ലേ കിറ്റെക്സ്, അതും പോയി. 6000 കോടി തെലങ്കാനയിൽ കൊണ്ട് സ്ഥാപിച്ചു. അപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിച്ചാൽ ഒരു വഴിയുമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ പഠിക്കുമ്പോ തന്നെ പരസ്പരം പറഞ്ഞു, +2 കഴിഞ്ഞാൽ എത്രയും വേഗം വിദേശത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക. ഇതാണ് അവരുടെ മനസ്സിലിരിപ്പ്. പിന്നെ സതീശൻ, ഞാൻ ഭരണത്തിൽ വന്ന് സതീശനെ പരീക്ഷിക്കാൻ ഈ കുഞ്ഞുങ്ങൾ വീണ്ടും അവരുടെ ഭാവി കളയണോ? സതീശന് ഒരു പ്രൊജക്റ്റ് ഉണ്ടോ? അത് തുറന്നു പറ. അല്ലാതെ വായയിലെ വാചകടിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ടാൽ
ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പച്ച നുണയുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് പ്രൊജക്റ്റ് ആയിട്ട് കാണിക്കും, ജനങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ലാതെ ഈ ഗുണ്ടുമാര് അമുട്ടിങ്ങനെ വിട്ടുകൊണ്ട് കാര്യമില്ല. ജനങ്ങളെ വിശ്വസനീയമായി കയ്യിലെടുക്കുന്ന തരത്തിൽ ഇതാ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞാൽ ഈ ഈ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്ന അപ്രന്റീഷിപ്പ്, ഇന്ന വ്യവസായം, ഇന്ന കാര്യങ്ങൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ച് കാണട്ടെ. ഒരു ഗുണ്ടാണെങ്കിലും ഒരു പച്ച നുണയാണെങ്കിലും അതൊന്ന് കാണട്ടെ. ഇത് അതുപോലും പറയാതെ ഞാൻ ഭരണത്തിൽ വന്നാൽ ഈ കുഞ്ഞുങ്ങൾ പോകില്ല, ഇവിടെ തന്നെ കിടന്ന് വട്ടം തിരഞ്ഞ് കള്ളു കുടിച്ച് കൂത്തിമറയും എന്നാണ് ഇപ്പൊ സതീശൻ പറയണത്. ഞാൻ സതീശനോട് ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ നിലവില് ഉള്ള ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഗവൺമെന്റ്, പ്രൈവറ്റ് അല്ല ഞാൻ പറയണത്, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷനൊന്ന് സതീശനെ ചെക്ക് ചെയ്യാൻ പറ്റൂ. അവിടെ പകുതി സീറ്റുകൾ പഠിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, പ്രൈവറ്റ് ആയാലും മറ്റേ ആൾമോസ്റ്റ് ഗവൺമെന്റിലൊക്കെ. ഗവൺമെന്റിൽ പിന്നെയും വേഗം ഫില്ലാവും, കാരണം അവിടെ ഫീസ് ഇല്ലാത്ത കാരണം. പ്രൈവറ്റിലും ആളെ കിട്ടുന്നില്ല. ഇപ്പോ ചെറിയ തോതിൽ ഒരുവിധം ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് പോകുന്ന ഈ മെഡിക്കൽ കോളേജുകളാണ്, പ്രത്യേകിച്ച് സർക്കാർ മെഡിക്കൽ കോളേജും ശാസ്ത്രീയ മെഡിക്കൽ കോളേജും. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ മെഡിക്കൽ കോളേജിലും പ്രത്യേകിച്ച് ശാസ്ത്രീയ മെഡിക്കൽ കോളേജിലൊന്നും ആളെ കിട്ടില്ല പഠിക്കാൻ, ഉറപ്പാ. സർക്കാരിൽ പിന്നെയും കുറച്ചു കാലം കിട്ടും, കാരണം അവിടെ ഫീസ് ഇല്ല. കാരണം ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്കും കറക്റ്റായിട്ടൊരു ജോലി കിട്ടുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ ഇല്ല. ഒരു സിസ്റ്റം ഇല്ല. പഠിക്കുന്നവൻ പഠനം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോകുന്ന തരത്തിൽ ഒരു സംവിധാനം ഇവിടെ ഭരിക്കുന്നവൻ ഉണ്ടാക്കിയിട്ടില്ല, ഇന്നേ വരെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ അവരുടെ രക്ഷിതാക്കളും അവരുടെ സ്വന്തം തീരുമാനപ്രകാരം +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ അന്യ രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സംവിധാനം. എന്തേ ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ജോലികൾ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് സർക്കാർ ഞാൻ പറയട്ടെ, ഇവരുടെ പാർട്ടിക്കാരെ ഓരോ സ്ഥലത്ത് തള്ളി കയറ്റുന്നുണ്ടല്ലോ ജോലിക്കായിട്ട്. അതിലൊരു 50%, ഒരു 50%, അത് ഏതോ ആയിക്കോട്ടെ, KSRTC, KSCB അല്ലെങ്കിൽ ബീവറേജോ ഏതോ ആയിക്കോട്ടെ, അവിടെ ഒരു 50% ഈ കുഞ്ഞുങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് മണിക്കൂർ വേതനം കൊടുത്ത്, മണിക്കൂർ അനുസരിച്ച് വേതനം കൊടുത്തിട്ട്, അപ്പൊ അവർക്ക് പഠിക്കാനും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഒരു ഇത് കിട്ടുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള അല്ലാതെ ഇവരുടെ കള്ള വോട്ട് ചെയ്യാനുള്ള കുറച്ച് ഗുണ്ടകളായ പാർട്ടിക്കാരെ മാത്രം തിരികെ കയറ്റി PSC, അതായത് പഠിച്ചു കഴിഞ്ഞ് വന്നാൽ ഔദ്യോഗികമായി പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് നടത്തുന്നില്ല. ഇവരുടെ പാർട്ടിക്കാരെ പിൻവാതിലിൽ കൂടെ തള്ളിക്കയറ്റുന്നു. അത് ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല. അതിൽ പിടിപാട് വേണം. രാഷ്ട്രീയത്തിൽ അവരുടെ എല്ലായിടത്തും പോയി നക്കി കാലിട്ട് കൊടുക്കണം, കൈയിട്ട് കൊടുക്കണം, അപ്പോഴേ അത് നടക്കുള്ളൂ. അപ്പൊ ഈ സാധാരണ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റുമോ? അപ്പൊ അവരുടെ രക്ഷിതാക്കൾ അവരും എളുപ്പമാർഗം കാണുകയാണ്, എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി പഠിച്ച് എന്തെങ്കിലും ജോലി കിട്ടി സെറ്റിലാവുക. ഇവിടെ നിന്നാൽ ഒരു ഭാവിയുമില്ല എന്ന് അവർക്കറിയാം. പിന്നെ സതീശന്റെ ഗുണ്ട് കേട്ടിട്ട് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നു സതീശൻ വിചാരിക്കുന്നുണ്ടോ? സതീശൻ ശരിയായ പ്രൊജക്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സതീശൻ പറ, ഇവിടെയുള്ള ഇനി ഞങ്ങൾ KSRTC, KSCB, ബേവറേജ് അങ്ങനെയുള്ള താൽക്കാലിക നിയമനങ്ങളിൽ 50% ഇവിടുത്തെ +2 കുട്ടികൾക്ക് മണിക്കൂർ വേജസിന് വന്ന് പണിയെടുക്കാനുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരായ വീട്ടിൽക്കാർക്കും ആ കുട്ടികൾക്കും അവരുടെ പഠനത്തിനും ഭാവിക്കും നല്ലത് വരുത്താനുള്ള സംവിധാനമായിരിക്കും എന്ന് സതീശന് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടോ? വെറുതെ ഇരുന്ന് ഗുണ്ടടിച്ച്, പൊതുവെ ഇപ്പൊ സതീശൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. മതേതരത്വം എന്ന് പറയും. മതേതരം അല്ലാത്തൊരു സംഭവം കണ്ടാൽ ഞാൻ ചവിട്ടി പുറത്താക്കും. എന്തേ സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്തത്? മലപ്പുറത്തെ
ജന ജയിച്ചു വന്നവരൊക്കെ നോക്കിയാൽ അറിയാം ഒരു മതത്തിന്റെ ആൾക്കാരെന്ന്. അയാൾ എവിടെ പ്രസംഗിച്ചു? അപ്പൊ പറഞ്ഞ പ്രസംഗ ഈ സതീശന് ജമായത്ത് ഇസ്ലാമിയെ കഷത്ത് വെച്ചിട്ട്, ഒരു വലത്തെ കഷത്ത് വെച്ച് ഇടത്തെ കഷത്ത് ഷാജിമാരെയും, നജ്മ കാസർഗോട്ട് ജയിച്ച ഒരു ലേഡിയാ, ഷാജിയുടെ വേറൊരു രൂപ, മതമാണ് മതമാണ് മതമാണ്, മതം തന്നെയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഒരു ലേഡി. ആ ലേഡീനെ കൊടുങ്ങല്ലൂര് കുറെ ശ്രീനാരായണീയന്റെ പേര് പറഞ്ഞ് കോൺഗ്രസിന്റെ ചില ജന്തുക്കൾ അവരെ കൊണ്ട് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ വെച്ചിട്ട് അവർ മതമാണ് പ്രസംഗിക്കുന്നത്. ഏത് മതം? മുസ്ലിം മതം, ഇസ്ലാം മതം. അതിന്റെ ഞങ്ങള് രാഷ്ട്രീയത്തിൽ വരുന്നത് ഞങ്ങളുടെ മതം വലുതാക്കാണ്, മതത്തിന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനാണ് എന്ന തരത്തിലുള്ള പ്രസംഗമാണ് ആ ലേഡി ആ കൊടുങ്ങല്ലൂർ നടത്തിയത്. ഷാജി എല്ലായിടത്തും നടത്തി നമ്മൾ കണ്ടതാ. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ കക്ഷത്തും വെച്ചിട്ട് നടക്കുന്ന സതീശൻ പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ വട്ടം തിരിയണം. എന്തൊരു കഷ്ടം നോക്കിയേ. എനിക്ക് സതീശനെ കുറിച്ച് കൂടുതൽ പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഇനി പറയേണ്ട ആവശ്യമില്ല. സതീശൻ തന്നെ പറഞ്ഞ് സതീശന്റെ മുഖഛായ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്.